ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 71.16% പോളിംഗ് ആണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പല കണക്കുകളും ഇനിയും പുറത്തു വരാനുണ്ടെന്നും അതുകൂടി ലഭിച്ചാൽ സംസ്ഥാനത്തെ പോളിംഗിൽ ഇനിയും മാറ്റം വരാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വീട്ടിലെ വോട്ട്, പോസ്റ്റൽ വോട്ട് എന്നിവയുടെ കണക്കുകളും പുറത്തു വരാനുണ്ട്. ഇതുകൂടി വരുമ്പോൾ 72% പിന്നിടാനാണ് സാധ്യത. നിലവിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് വടകരയിലാണ്. വടകരയിൽ 78.08% പോളിംഗ്. കുറവ് പത്തനംതിട്ടയിലാണ് 63.35%. തിരുവനന്തപുരം 66.46, ആറ്റിങ്ങൽ 69.40, കൊല്ലം 68.09, മാവേലിക്കര 65.91, ആലപ്പുഴ 79.90, കോട്ടയം 65.60, ഇടുക്കി 66.53 എന്നിങ്ങനെയാണ് പോളിംഗ്. എറണാകുളം 68.27, ചാലക്കുടി 71.84, തൃശൂർ 72.79, പാലക്കാട് 73.37, ആലത്തൂർ 73.20, പൊന്നാനി 69.21, മലപ്പുറം 72.90, കോഴിക്കോട് 75.42, വയനാട് 73.48, കണ്ണൂർ 76.92, കാസർഗോഡ് 75.94 എന്നിങ്ങനെയും പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗിൽ കുറവുണ്ടായിട്ടുണ്ട്. 2019 77.84% സംസ്ഥാനത്തെ പോളിംഗ്. 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 74.06% പോളിംഗും രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ സംസ്ഥാനത്ത് ആകെ 2,77,49,159 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ വോട്ട് ചെയ്തവർ 1,47,48,764. ആകെ വോട്ട് ചെയ്ത പുരുഷന്മാർ 94,67,612, സ്ത്രീകൾ 1,02,81,005, ട്രാൻസ്ജെൻഡേഴ്സ് 147. അതേസമയം വോട്ടെടുപ്പ് വൈകിയെന്ന ആരോപണത്തിന് മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ രംഗത്തെത്തി. വടകര മണ്ഡലത്തിലെ പോളിംഗ് മാത്രമാണ് നീണ്ടതെന്നും ചൂട് കാരണം ആളുകൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ബൂത്തിലേക്ക് എത്തിയതെന്നും സഞ്ജയ് കൌൾ പറഞ്ഞു. ബീപ് ശബ്ദം കേൾക്കാൻ വൈകിയെന്ന പരാതി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരാതി കിട്ടിയാൽ ഉറപ്പായും പരിശോധിക്കും. അതേസമയം കനത്ത ചൂട് കാരണം വോട്ടർമാർ ബൂത്തുകളിൽ എത്താത്തതും മണിക്കൂറുകളുടെ കാത്തിരിപ്പും കാരണമുള്ള മടങ്ങിപ്പോക്കും പോളിംഗ് ശതമാനത്തെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് വിലയിരുത്തൽ. മോക്ക് പോളിംഗിലും പോളിംഗ് ആരംഭിച്ചപ്പോഴും പലയിടത്തും യന്ത്രങ്ങൾ തകരാറിലായിരുന്നു. ഇതോടൊപ്പം പലയിടത്തും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് മൂലമുള്ള കാലതാമസവും ഉണ്ടായെന്നാണ് ആരോപണം. പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലാണ് കേരളം വിധി എഴുതിയത്. ഇനി 5 ഘട്ടങ്ങൾ കൂടി കഴിയാനുണ്ട്. ഇതിനുശേഷം ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം.